ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ തങ്കലാൻ കാണാൻ വന്നിരിക്കുകയാണ്. സെക്കൻഡ് മൂവി ഓഫ് ദ ഡേ. ഗൈസ്, അപ്പോൾ പടം കണ്ടിറങ്ങി. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. പിന്നെ വിക്രത്തിൻ്റെ പെർഫോമൻസ്, കളർ ഗ്രേഡിങ്, എഡിറ്റിംഗ്, DOP, സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, പാർവതീൻ്റെയും മാളവികേൻ്റെയൊക്കെ പെർഫോമൻസ്, ടോട്ടലി അതെല്ലാം അടിപൊളിയാണ്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് പടം. സ്റ്റോറി വൈസ് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇത് എത്ര പേർക്ക് കലങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ ഒരു എക്സ്പെരിമെൻ്റൽ വണ്ണായിട്ട് പറഞ്ഞത്. തമിഴ്നാട്ടിൽ എത്രത്തോളം ഇതൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. ബട്ട് പടം കൊള്ളാം, നല്ല രീതിയിൽ തന്നെ എൻ്റർടൈൻ ചെയ്തു. തങ്കലാൻ എന്ന് പറഞ്ഞ പോലെ ആ തങ്കത്തിൻ്റെ ബേസിസിൽ തന്നെയാണ് പടം പോയിരിക്കുന്നത്. സ്വന്തം മറ്റേ കോളാർ ഗോൾഡ് ഫീൽഡ് സാധനങ്ങൾ അതൊക്കെ തന്നെ. പക്ഷേ ഒരു എന്താ പറയുക, ഒരു സ്ലോ പേസ്ഡ് വർക്കായിട്ടാണ് അവരിത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സ്ലോ പേസ്ഡ് മോഷനിലാണ് പടം പോയിരിക്കുന്നത്. എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ലടേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. കൂടുതൽ സ്റ്റോറിയിലേക്ക് ചെയ്യാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ വീഡിയോ ആയിട്ട് മാത്രം കൺസിഡർ ആക്കിയാൽ മതി. ഒരു റിവ്യൂ ആയിട്ട് പോലും ആരും എടുക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിക്രം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ, ആ ഒരു എന്താ പറയുക, ആ ഒരു റോർനെസ് എല്ലാം നമുക്ക് പുള്ളി എന്താ അടിപൊളിയായിട്ട് എക്സ്പോസ് ആയിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. കുറേ ബ്രൂട്ടൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചില ആനിമൽസിൻ്റെ VFXയിലൊക്കെ പോരായ്മകളുണ്ട്. പക്ഷേ അതൊക്കെ എന്താ പറയുക, അവിടെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൻ്റെ അല്ല, ലിമിറ്റഡ് രീതിയിലാണ് അവർ അത് എടുത്തു വെച്ചിരിക്കുന്നത്. സോ കണ്ടിരിക്കാവുന്നുള്ളൊരു മൂവി. ഒരു കുറേ റൊമാൻറ്റിഫിക്കേഷൻ എലമെൻറ്റ്സൊക്കെ എനിക്ക് പേഴ്സണലി ഉണ്ടായി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ കിളി തെറിച്ച് ഇരിക്കുകയായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാം. കാരണം ഫസ്റ്റ് ഹാഫിൽ വലുതായിട്ടൊന്നും മനസ്സിലായില്ല. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴാണ് ഇതിനൊക്കെ ഉള്ള ഒരു എക്സ്പ്ലനേഷനൊക്കെ പടം തന്നത്. സോ അത്രേ പറയാനുള്ളൂ. എല്ലാവരും കണ്ടു നോക്കുക.